അങ്ങനെ ആട് 3 ഉണ്ടോ? ഈ സിനിമ കാണുന്നതിന് മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ മൊത്തത്തിലൊരു ടൈം ട്രാവൽ ആ ഒരു രീതിയിലായിരിക്കും സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആട് 3 അതായത് ആട് 2 കണ്ടതിന് ശേഷം ആട് 3 ഒരു ടൈം ട്രാവൽ പടമില്ല, അപ്പോൾ ഇത് എത്രമാത്രം അടിപൊളിയാവും, ഒരു സയൻസ് ഫിക്ഷനൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നുമല്ല. അതായത് ഒരു രണ്ട് കാലഘട്ടമാണ് ബേസിക്കലി ഇവർ കാണിച്ചു പോകുന്നത്. അതായത് ഒരു 1700 കാലഘട്ടവും പിന്നെ 2025 നടക്കുന്ന കുറേ കാര്യങ്ങൾ, രണ്ടിലും ഒരേപോലെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മെയിനായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് പടത്തിൻ്റെ അവസാനം കൊണ്ടുപോയിട്ട് ഒരു ചെറിയൊരു ടെസ്റ്റ് പോലെ വെച്ചിട്ട് ആകെ ഭയങ്കര രസമായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. പിന്നെ പറയാനുള്ളത്, ഈ ആട് 2 ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ആട് 2 ഒരു പക്ക ഒരു ഗ്രാമത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ പക്ക കുറച്ച് നമ്മുടെ നാട്ടിൻപുറത്തുള്ള കുറച്ച് ആൾക്കാരും പിന്നെ അതിൽ നിന്ന് കുറച്ച് പുറത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ വന്ന് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറിയാതൊരു സാധനം വന്ന് കയ്യിലെത്തുകയും പിന്നെ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ആട് 3 ആയപ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറേ കൂടെ മാറി, അതായത് പുറത്തു നിന്നൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ഇതിലോട്ട് വന്നു. അതായത് പുറത്ത് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ പോർച്ചുഗീസിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ അന്വേഷിച്ചു വരും, അങ്ങനെയൊക്കെ. അതായത് അതൊരു കുറ്റമൊന്നുമല്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, അതായത് ഇവരിത് പറഞ്ഞു പോകുന്ന രീതി എനിക്ക് ആദ്യമേ പറഞ്ഞു തുടങ്ങിയപ്പം ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിലിട്ട്, പിന്നെ നമ്മളത് കണ്ട് നമ്മൾ അതിലോട്ട് എത്തുന്ന സമയത്ത് അത്യാവശ്യം ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. ഈ സിനിമയുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്ലോട്ട് എന്ന് പറയുന്നത്, ജയസൂര്യയാണ് ഈ 1700 കാലഘട്ടത്തിലുള്ള പത്മനാഭൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ റോൾ ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ കയ്യിൽ തലമുറയായിട്ട് കൈമാറി വന്ന സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം, അത് ഒരു കല്ലാണത്. അത് പുള്ളിയുടെ കയ്യിലാണ് അത് ഇരിക്കുന്നത്. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ നിന്ന് അത് കൈപ്പറ്റാനായിട്ട് അസം ഖാൻ എന്ന് പറയുന്നൊരു വേറൊരാൾ വരും. അത് നമ്മുടെ വിനായകൻ പുള്ളിക്കാരനാണ് അത് ചെയ്തേക്കുന്നത്. എനിക്ക് വിനായകൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് അസം ഖാൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഭയങ്കര രസം. അതായത് നമ്മുടെ ഡൂഡും അസം ഖാനും പക്ക, അതായത് രണ്ടുപേരും പക്ക ഒരേ കണക്കാ. ബാക്കിയുള്ള ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും അപ്പം ഷാജി പാപ്പൻ എങ്ങനെയാണോ ഷാജി പാപ്പൻ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. അതായത് ഷാജി പാപ്പൻ ഒരു പക്ക ഒരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പത്മനാഭ രാജാവ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് പുള്ളി കുറേ കൂടെ സീരിയസ് ആയിട്ട് ചിന്തിക്കും, പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലൊക്കെയാണ് പോകുന്നത്. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ഉണ്ട്. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഒരു സ്റ്റാർഡസ്റ്റ് എന്ന് പറയുന്ന സാധനമല്ലേ, അത് എടുക്കാനായിട്ട് അസം ഖാൻ വരും, പിന്നെ അതുപോലെ തന്നെ കുറേ പേര് വരും. അങ്ങനെ പക്ഷേ ഇത് പത്മനാഭ രാജാവിന് അത് കാത്തു സൂക്ഷിക്കണം, അതായത് വേറൊരു ഒരാളുടെ കൈമാറി പോകാതിരിക്കാനായിട്ട് പുള്ളിക്ക് അത് സൂക്ഷിക്കണം. അങ്ങനെ പുള്ളി ആ കാലഘട്ടത്തിൽ ഒരു ബ്രിഡ്ജ് പണി കഴിപ്പിക്കും. അപ്പം പണി കഴിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി അതിൻ്റെ അടിയിലാക്കി വെക്കും, ആർക്കും കിട്ടാതിരിക്കാനായിട്ട്. അങ്ങനെ അതൊരു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അത് 2025 ഗവൺമെൻറ് എല്ലാം കൂടെ തീരുമാനിച്ച് ആ പാലം പൊളിക്കാനുള്ള ഒരു ഉത്തരവിലോട്ട് വരും. അങ്ങനെ ആ ഉത്തരവിൽ ഈ കാര്യങ്ങളൊക്കെ ഇവർ അറിയും. അതായത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും ആ പരിപാടിയൊക്കെ അറിഞ്ഞ് ഇവരെല്ലാവരും കൂടെ എടുക്കാൻ വരുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. അത് കഥ പറഞ്ഞു പോകുന്ന രീതി ഭയങ്കര രസമായിട്ടാണ്. എനിക്ക് ഡൂഡിനെയാണ് ഇതിനകത്ത് മെയിനായിട്ട് എടുത്ത് പറയാൻ തോന്നുന്നത്. ഡൂഡിനെയാണ്. പുള്ളി ഭയങ്കര അടിപൊളിയായിട്ടാണ് പുള്ളിനെ കാണിക്കുന്നതൊക്കെ. പുള്ളി ആദ്യമേ തമിഴ്നാട്ടിൽ കിടക്കുമ്പോൾ പുള്ളിക്കൊരു ആൻ്റണി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. അങ്ങനെ പുള്ളിയും ആൻ്റണിയും ഉള്ള സംസാരങ്ങളും കാര്യങ്ങളും, പിന്നെ അതിനുശേഷം പുള്ളി ഡൂഡായിട്ട് മാറുന്നതും, പിന്നെ അതിനുശേഷം ഇവർ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊരു പുഴ അത് കണ്ടവർക്കറിയാം, ഒരു പുഴയുടെ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് ഇവർ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ്റെ കുറച്ച് രംഗങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ചിരിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ ചിരിക്കാനൊക്കെ അത്യാവശ്യം ഒരുപാടുണ്ടെങ്കിൽ അങ്ങനെ വളുപ്പായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇപ്പം ആട് 2 കണ്ടിട്ട് നിങ്ങൾ ആട് 3 വന്നാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും തോന്നില്ല. അതായത് ആട് 2 നിങ്ങൾ എന്ത് എൻജോയ് ചെയ്തോ അത് ഇതിൻ്റെ അകത്തും കിട്ടും. പിന്നെ ഈ ആട് 2 ആട് 3 എനിക്ക് തോന്നിയ മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആട് 2 ഇവർ ഈ ഹൈ റേഞ്ച് എന്ന് പറയുന്നതല്ല. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഹൈ റേഞ്ച് മൊമെൻറ്റ്സ് ഉണ്ട്, അതായത് ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ ആട് 3 വരുമ്പോഴത്തേക്ക് അതായത് ഹൈ റേഞ്ച് പരിപാടികളാണ് ഇവർ പിടിച്ചേക്കുന്നത്. അതായത് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കുറേ എന്ന് വെച്ചാൽ ഇച്ചിരി ഹൈ ടൈപ്പ് സാധനങ്ങളല്ല അതിനകത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, വന്നു പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ഇച്ചിരി ഹൈ ലെവൽ സാധനങ്ങളായിട്ടാണ് കാണിച്ചേക്കുന്ന. പടം എന്തായാലും അടിപൊളിയായി. പക്ഷെ തിയേറ്ററിൽ ഒരുപാട് അതായത് എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു ഇത് അത്ര കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിനിമയെ പറ്റി, അതായത് സിനിമ വന്നു പോയി ആ ഒരു ഇതേ ഉള്ളായിരുന്നു. അല്ല സിനിമേനെ ഇപ്പം എക്സാമ്പിൾ ഇപ്പം വാഴ 2 ആയിക്കോട്ടെ, പടം വന്ന് ഓടിയതുപോലെ ഈ ആട് 3 ഓടിയതായിട്ട് എനിക്ക് തോന്നിയില്ല. വാഴ 2 ഞാൻ കണ്ടു, അതിൻ്റെ റിവ്യൂ എന്തായാലും ഇട്ടിട്ടില്ല. എൻ്റെ റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ സിനിമ കണ്ടിട്ട് ആ സമയത്ത് റിവ്യൂ ഇട്ടില്ല. ഇപ്പം OTT ആവാറായി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാതിരിക്കുന്നത്. എന്തായാലും ആട് 3 കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, നല്ലൊരു പടം. അത് ആട് 2 നിങ്ങൾ എന്ത് കണ്ടോ ആ സെയിം പരിപാടി ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചൊന്നും സിനിമ കാണേണ്ട ആവശ്യം വരത്തില്ല.
നല്ല രസമായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പടം കാണാം. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ, പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് പഴയ കാലഘട്ടത്തിൻ്റെ ആയിക്കോട്ടെ പുതിയ കാലഘട്ടത്തിൻ്റെ ആയിക്കോട്ടെ, രണ്ടും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയത്. അതെന്തായാലും പണം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണുക. കണ്ടിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാം. ഇതുപോലെ മറ്റൊരു വീഡിയോയ്ക്കകത്ത് വീണ്ടും കാണാം.